ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസീമ ജെനീഷ് വ്ളോഗ്. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തന്തൂരി ചിക്കൻ ഫ്രൈ ആണ്. അത് നമ്മൾ ഗ്രില്ല് യൂസ് ചെയ്തിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഓവൻ യൂസ് ചെയ്തിട്ടോ ഒന്നുമല്ല, നമ്മൾ സാധാ ഫ്രൈ പാനിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കി നോക്കാം. ആദ്യം തന്നെ നമുക്ക് മാരിനേഷനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ ഒരു 2 ടേബിൾ സ്പൂണോളം തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല കട്ടി തൈരാണ്. ഇനി ഞാൻ അതിലേക്ക് ഒരു പകുതി സവാളയും പകുതി തക്കാളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് അരച്ചെടുത്തിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലൊരു കളറും അതുപോലെ അധികം എരിവും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ മുളകും പൊടി യൂസ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ മാരിനേഷനുള്ള മസാല നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മളുടെ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവും. അതിലൊക്കെ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസസുകളായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇതൊരു ഏകദേശം ഞാനിവിടെ ഒരു 4-5 മണിക്കൂറോളം തന്നെ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1.5-2 മണിക്കൂറെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചിക്കനിലേക്ക് എല്ലാതും നന്നായി പിടിച്ച് നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി തന്തൂരി ഫ്രൈ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ ചിക്കൻ പീസസുകളായിട്ട് നമ്മളുടെ ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളുടെ ഈ തന്തൂരി ചിക്കൻ ഫ്രൈ. ശരിക്കും നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന പോലെയും അതേപോലെ ഓവനിൽ വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാനിതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കി നോക്കുക, എന്നാലേ അത് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കി നോക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കളർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആ മസാലയിൽ കുറച്ച് കളറ് ചേർത്തതിന് ശേഷം അതിന് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, കുഴപ്പമില്ല. ഞാനിപ്പോൾ അതിൻ്റെ ആ ഒരു കളറും പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കളർ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തത്. ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഓരോ ഭാഗം കുക്കായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറ്റേ സൈഡിലും ഞാൻ ഇതേപോലെ തന്നെ ആ ഒരു കളറ് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 സൈഡും കുക്കായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കുള്ള ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ചാർക്കോള് നന്നായി ചൂടാക്കി എടുത്തതിന് ശേഷം അത് ഞാൻ ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം അടച്ചു മൂടി വെക്കുകയാണ് ചെയ്യുന്നത്.
അത് ഒരു 10 മിനിറ്റെങ്കിലും അതേപോലെ ആ ഒരു ആവിയിൽ നമ്മുടെ ആ ചിക്കൻ കിടന്ന് ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു തന്തൂരി സ്റ്റൈൽ ചിക്കൻ നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി അഭിപ്രായം പറയുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ സെർവിങ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അൽഫാം ചിക്കൻ തയ്യാറാക്കിയിട്ട് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അവരൊക്കെ ഇതും കൂടിയിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് വേറൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.